സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ രഹസ്യമൊഴി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ നടി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ നിരന്തരം അപമാനിക്കുന്നുവെന്ന് കാണിച്ചാണ് നടി പരാതി നൽകിയത്. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായിട്ട്. പ്രദീപ്, കഴിഞ്ഞ ദിവസം പോലും ഈ പ്രണയത്തെ സൂചിപ്പിക്കുന്നു എന്ന നിലയിലൊക്കെ സനൽകുമാർ ശശിധരൻ അമേരിക്കയിലിരുന്ന് ഇങ്ങനെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെതിരെയാണ് ഈ പരാതിയും മൊഴി രേഖപ്പെടുത്തലും ഒക്കെ ഉണ്ടായത്. എങ്ങനെയാണ് പോലീസ് നടപടികൾ മുന്നോട്ട് പോകുന്നത്? ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ആലുവ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെത്തിയാണ് പ്രമുഖ നടി സംവിധായകൻ സനൽകുമാർ ശശിധരനെതിരെ മൊഴി നൽകിയത്. സംവിധായകൻ സനൽകുമാർ ഇപ്പോൾ അമേരിക്കയിലാണ് എന്നാണ് വിവരം. പോലീസ് ഇയാൾക്ക് വേണ്ടി ലുക്കൌട്ട് നോട്ടീസും ലുക്കൌട്ട് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. തന്നെ സാമൂഹിക മാധ്യമങ്ങളുടെ അപമാനിക്കുന്നു, സ്ത്രീത്വത്തെ ആക്ഷേപിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടി നേരത്തെ പരാതി നൽകിയിരുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്നുകൂടി കാണിച്ച് നൽകിയ പരാതിയിലാണ് ആലുവ മജിസ്ട്രേറ്റ് കോടതിയിൽ ഇപ്പോൾ രഹസ്യ മൊഴി നൽകിയത്. നേരത്തെ ഏതാണ്ടൊരു 2 വർഷം മുൻപ് സനൽകുമാർ ശശിധരൻ ഇതേ നടിക്കെതിരെ ആക്ഷേപങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അന്ന് നടി പരാതി നൽകുകയും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിലാണ് കഴിയുന്നത്. ഇതിനിടെയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീണ്ടും നടിയെ വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന തരത്തിലുള്ള സന്ദേശങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ സനൽകുമാർ ശശിധരൻ പോസ്റ്റ് ചെയ്തത്. ഇതേ തുടർന്നാണ് നടി പരാതി നൽകിയത്. സനൽകുമാർ ശശിധരന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ എംബസിയുമായൊക്കെ പോലീസ് ബന്ധപ്പെടുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വൈകാതെ ജാമ്യത്തിലിരിക്കെ ഇയാൾ അമേരിക്കയിലേക്ക് കടന്നൊന്നും നമ്മുടെ പോലീസ് സംവിധാനങ്ങളൊന്നും അറിഞ്ഞതേയില്ലേ? ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതായി ഇതേവരെ കണ്ടെത്തിയിട്ടില്ല. മറ്റു ചില വ്യവസ്ഥകളാണ് ജാമ്യത്തിന് ആധാരമായി നൽകിയത്. അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നതിന് തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഒരുപക്ഷെ ഒരു സുരക്ഷിതത്വം തേടിയാണോ ഇയാൾ അമേരിക്കയിലേക്ക് പോയി അവിടെ ഇരുന്ന് വീണ്ടും നടിയെ ആക്രമിക്കാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമല്ല. ഇയാളെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തു എങ്കിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പോലീസിന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇവരുമായി വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതോ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണോ ഇത്തരത്തിൽ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് വ്യക്തിപരമായി ആക്രമിക്കുന്നത് എന്നാണ് പോലീസ് അന്വേഷിക്കുന്നത്. എന്തായിരുന്നാലും നടി രഹസ്യമൊഴി നൽകുക കൂടി ചെയ്ത സാഹചര്യത്തിൽ ഇയാളെ വിദേശത്ത് നിന്ന് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് ഊർജിതമാക്കുന്നത്. ശരി. പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. മലയാളത്തിലെ പ്രമുഖ നടിക്കെതിരെയാണ് സനൽകുമാർ ശശിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടത്. അതിലുള്ള നിയമ നടപടികളുടെ ഭാഗമായിട്ടാണ് നടി രഹസ്യമൊഴി നൽകിയിരിക്കുന്നത്.